ഗൈസ് അപ്പതേ നമുക്ക് ഇന്ന് വേറൊരു കൊറിയർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കൊറിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പേരാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ സാഫല്യം എന്നുള്ള പേരിലാണ് വന്നേക്കണം. അതാ അടിപൊളി, നല്ല സൂപ്പറായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട് സാഫല്യം അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പേര്, ഈ വീടിൻ്റെ ഓണറിന് സാഫല്യം എന്നുള്ള പേര് ഇടണം എന്നാണ് താല്പര്യം. അപ്പോൾ നമ്മൾ സാഫല്യം എന്നുള്ള പേര് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്, ബുദ്ധൻ്റെ പ്രതിമ. ബുദ്ധൻ ഭയങ്കര ഒരു സംഭവമാണ്. എല്ലാവരുടെയും വീട്ടിലൊക്കെ ബുദ്ധൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ അവിടെയൊക്കെ ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു. അതുപോലെ ബുദ്ധിസം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ബുദ്ധൻ മനസ്സിൽ കയറിയതാണ്. അപ്പോൾ ബുദ്ധൻ്റെ ഒരു തല കിട്ടി. അപ്പോൾ ആ കടയിൽ ഈ ഒരു തല മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ തല ഞാൻ മേടിച്ചു. അതിന് ഈ തലയെ നമുക്ക് ഫിറ്റ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതാണ് ചിന്നൂസ് വാൾ അക്വാറിയമാണ്. അപ്പോൾ ഇത് നമ്മുടെ പേരിൻ്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാഫല്യം എന്നുള്ള പേരിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യും. കാണുന്നുണ്ട്, ഇതൊരു ഗ്ലാസ്സാണ് കണ്ട. അപ്പോൾ ഇതിനുള്ളിൽ ചെറിയ കുറച്ച് കല്ലുകൾ, വെള്ളാരം കല്ലുകളിട്ട്, മീനിട്ട്, പിന്നെ ഒരു മണി പ്ലാന്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കിടിലനാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു പ്ലാൻ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ ബോളൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ നെയ്യും ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതൊരു നല്ലോണം കവറൊക്കെ ചെയ്തിട്ടാണ് വന്നത്, പ്ലാസ്റ്റിക് കവറിലായിരുന്നു. അപ്പോൾ ഇതൊരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ട ഒരു ചങ്ങാതിയാണ് എനിക്ക് ചെയ്ത് തന്നത്. ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളെനിക്ക് 2 ഓപ്ഷൻ അയച്ചു. അതിനകത്ത് ഈ ഒരു ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത്. 1800 രൂപ ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഞാനത് അവിടെ വെച്ചു. പുള്ളി അയച്ചേക്കണ തോളയിലൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഡ്രില്ല് വെച്ചിട്ട് ആ തോള അങ്ങോട്ട് വലുതാക്കി. അതിനുശേഷം പുള്ളി തന്നെ അതിൻ്റെ പ്ലഗും അതുപോലെ തന്നെ സ്ക്രൂവും അതുപോലെ സ്ക്രൂ കാണാണ്ടിരിക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ പുള്ളി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ തുളയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് നമ്മുടെ നെയ്യും ബോർഡ് അങ്ങോട്ട് ഘടിപ്പിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വളരെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് അങ്ങോട്ട് മുറുക്കി, നമ്മുടെ സ്ക്രൂ ഒക്കെ അങ്ങോട്ട് മുറുക്കി. ഇപ്പോൾ ഞാൻ ചെയ്യണത് സ്ക്രൂ കാണാണ്ടിരിക്കാനായിട്ട് പുള്ളി തന്ന സൂത്രപ്പണി അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഘടിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ബുദ്ധനെയും അതുപോലെ തന്നെ അക്വാറിയം കൂടി ഘടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതേ ബുദ്ധൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ട് അതിൻ്റെ അളവ് ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ്. അളവ് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഡ്രില്ല് വെച്ച് തുളച്ച് ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ബുദ്ധൻ്റെ തലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ആളൂർ ജോസേട്ടൻ്റെ കടയിൽ ഒരു മൂലക്കയിൽ പൊടി പിടിച്ചിരുന്ന ഒരു ബുദ്ധൻ്റെ തലയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഈ സംഭവം മേടിച്ചു 200 രൂപയാണെന്നാണ് ഈ സംഭവത്തിന് ആയുള്ളൂ. ജോസേട്ടൻ വളരെ വില കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ജോസേട്ടൻ്റെ കടനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഞാൻ തൂത്ത് വൃത്തിയാക്കി നല്ല ഓയിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നല്ല ഗ്ലേസിങ് വരുത്തിയിട്ടാണ് ബുദ്ധൻ്റെ തല ഞാൻ അവിടെ ഘടിപ്പിച്ചത്. അപ്പോൾ ഈ